അല്ല, ആരും ഈ സ്കൂൾ അധ്യാപകനെ തല്ലാൻ വേണ്ടി പോണില്ലേ? ഒരു കുട്ടിന്റെ കൈ അടിച്ചു പൊട്ടിച്ചിക്കണെന്ന് ആ വാർത്തയിൽ പറയുന്ന കേട്ടോ. ഉസ്താദാണെങ്കി ഇപ്പൊ നല്ലോണം പോയി ചോറ് കഴിച്ചിടത്തുനിന്നൊക്കെ അടിച്ചിങ്ങാണ്ട് അയാളെ നമുക്ക് പെപ്പര പാടിച്ചേനില്ലേ? ഇത്തരൊന്നും വേണ്ട. ഉസ്താദ്മാരാണെങ്കിൽ അടി കിട്ടും. ഇതാവുമ്പോ പിന്നെ അങ്ങനെ ഇപ്പൊ അങ്ങട്ട് അതിപ്പോ ശരിയല്ലല്ലോ അല്ലേ? ഏതായാലും ഒരു വാർത്ത ഉണ്ടെങ്കിൽ ഇപ്പൊ വന്ന വാർത്തയാണ്. ദർശനിയിലുള്ള ഒരു വാർത്ത വായിക്കലും ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നുങ്ങാണ്ടേ. അപ്പൊ നമുക്ക് പറയാതെക്കാൻ കഴിയാത്തതുകൊണ്ട് പറയാട്ടോ. ഹോംവർക്ക് ചെയ്യാത്തതിനെ തുടർന്ന് അധ്യാപകൻ കൈ തല്ലി ഒടിച്ചതായി പരാതി. കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പ് MSMHSS സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൈക്കാണ് പൊട്ടലുള്ളത്. പൊട്ടിക്കണമല്ലോ. അടിച്ചതിന് ശേഷം ആ കൈ കൊണ്ട് വീണ്ടും നിർബന്ധിപ്പിച്ച് ബോർഡിൽ എഴുതിച്ചതായും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കുടുംബം പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ചൂരൽ കൊണ്ട് അടിച്ചത്. പുറകുവശത്തുകൂടി വന്ന് കൈപ്പത്തിക്കാണ് അധ്യാപകൻ അടിച്ചത്. ശേഷം കൈ വീർത്തു വരുന്നത് കണ്ടതോടെ അധ്യാപകനും പ്രധാന അധ്യാപകനും ചേർന്ന് വീട്ടിലറിയിക്കുകയായിരുന്നു. പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും സ്കൂൾ അധികൃതർ തയ്യാറായില്ല എന്നും വീട്ടുകാർ പറയണ്. അപ്പൊ ഞാൻ ആ ഉസ്താദിനെ ആലോചിച്ചു. ഏത് ഉസ്താദിനെ? മിഞ്ഞാന്ന് ഒക്കെപ്പാടെ കൂടിങ്ങാണ്ട് ഒരു ഉസ്താദിനെ തച്ചല്ലോ. അതെന്തോ ചെറിയ എന്തോ ഒരു വിഷയത്തിന്റെ പേരിലാണ് ഉസ്താദിനെ ആ കോലം തല്ലണേ. ഇപ്പൊ നോക്കി കുട്ടിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഞാനിതിന് അധ്യാപകനെ തല്ലണം എന്നല്ല പറയുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ ഇതൊന്നും ചർച്ച തന്നെ ചെയ്യാതെ പോകുന്ന എന്തിനാണ് ഈ കുട്ടികളെ കൈയൊക്കെ പൊട്ടുന്ന രീതിയിൽ തല്ലണെന്നാണ് ആലോചിച്ച് നോക്കി. അതൊരു മനസ്സാണല്ലോ, അത് ഉണ്ടാകാൻ പാടില്ലാത്ത. അപ്പൊ എന്റെ കുട്ടിനെ അങ്ങനെ തച്ചിട്ട് കജ്ജൊക്കെ പൊട്ടി വരും. സാധാരണ അരക്കന്ന് കീപ്പെട്ട് തല്ലുകയാണെങ്കിൽ നമ്മൾ ആരോ ചോദിക്കാനൊന്നും പോവില്ല. കാരണം പഠിച്ചിട്ടില്ലെങ്കിൽ അടി കിട്ടണം. അത് അപ്പോഴേ പേടി ഉണ്ടാവുള്ളൂ, അപ്പോഴേ പഠിക്കുള്ളൂ. അത് ഗുണകാംക്ഷയോട് കൂടി ആകും വേണം. ഇത് ഗുണ്ടായിസാണ്. ശരിക്കും കുട്ടിന്റെ കൈ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഗുണ്ടകൾ കാട്ടുന്ന പണിയല്ലേ? ഒരു അധ്യാപകൻ കുട്ടിന്റെ കയ്യും പൊട്ടുന്ന രീതിയിൽ തല്ലുകയാണെങ്കിൽ അയാളെ മനോഭാവം എന്താണ് ആലോചിച്ചോക്കെ. ഞാൻ ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ 2 ഭാഗവും പറഞ്ഞ ആളാണ് ഞാൻ. അത് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴത്തിന് സ്കൂളിൽ കൽപ്പകഞ്ചേരി സ്കൂളിൽ ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യാണ്, കേസ് എടുത്തിട്ടുണ്ട് എന്നാ കേൾക്കണത്. കേസ് എടുക്കണം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, അധ്യാപകരായിട്ടും രക്ഷിതാക്കളായിട്ടും നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, അത് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നാട് മാറിയിക്കണ്. ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടത് മദ്രസ അധ്യാപകൻ കുട്ടിയെ അടിച്ചു എന്നും പറഞ്ഞിട്ട് കുടുംബങ്ങളൊക്കെ അവിടെ വന്നുങ്ങാണ്ട് അധ്യാപകൻ, അതായത് മദ്രസത്തെ ഉസ്താദിനെ തല്ലണതാണ് ചോറ് വെച്ചുമ്പോൾ. ഇന്ന് സ്കൂളിൽ കാണുന്നത് ഒരു കുട്ടിന്റെ കൈ അടിച്ചു പൊട്ടിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. സത്യത്തിൽ സ്കൂളും അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഒത്തിരി സംഘർഷ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ആ മേഖലക്ക് മൊത്തത്തിലൊരു നല്ലൊരു ക്ലാസ് മൊത്തത്തിൽ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ആ കുട്ടിന്റെ കൈ പൊട്ടി എന്ന് ബാലാവകാശ കമ്മീഷനും പോലീസിനും ബോധ്യപ്പെട്ടാൽ അത് കുട്ടികളെ പീഡിപ്പിച്ചതിന് തുല്യമാണ്. സ്വാഭാവികമായിട്ടും നല്ല വകുപ്പിട്ട് കേസ് ചാർജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവും. ഏതായാലും ഞാൻ ഈ വിഷയം ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്കതാണ് ഓർമ്മ വന്നത്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം.